ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇങ്ങനെ ഓഫീസിൽ പോകാനായിട്ട് റെഡി ആയാലോ? രാവിലെ തന്നെ എഴുന്നേറ്റ് എന്നത്തെ പോലെ ജിമ്മിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് റെഡി ആവുകയാണ്. നിങ്ങൾ ഇപ്പൊ കാണുന്ന ഡ്രസ്സ് ആയിരിക്കില്ല അവസാനം കാണാൻ പോകുന്നത്. കാരണം ഇങ്ങനെ ഡ്രസ്സ് മാറ്റിയും തിരിച്ചു ഇട്ടിട്ട് അതിന്റെ ഒരു ശീലമാണ് നമ്മുടെ എല്ലാ ഗേൾസിന്റെയും പ്രശ്നം. നമുക്ക് എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഇടാൻ നോക്കുമ്പോൾ ഒരു ഡ്രസ്സും കാണില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇടും, ഷേ ഇത് കൊണ്ടില്ല, ഇത് മാറ്റാം, വേറെ ഇടും. അപ്പൊ വീണ്ടും നോക്കിയിട്ട് ഷേ ഇതും വേണ്ട, വേറെ ഇടാം. അതേപോലെ കാറ്റഗറിയിൽപ്പെട്ട ആയിട്ടാണ് ഞാൻ അങ്ങനെ അവസാനം ഞാനൊരു ഡ്രസ്സ് ഫിക്സ് ചെയ്തു ഗൈസ്. അതാണ് ഈ വീഡിയോ. സംഭവം ഞാൻ കുറെ നാൾ മുന്നേ എടുത്തത്, പക്ഷെ എനിക്ക് സംസാരിക്കാനുള്ള ടോപ്പിക് ഇല്ലായിരുന്നു. അതാണ് ഞാൻ എഡിറ്റ് ചെയ്യാതിരുന്നത്. ഇപ്പോഴും സത്യം പറഞ്ഞാൽ എനിക്ക് ഐഡിയ ഇല്ല എന്ത് പറയണോന്ന്. എന്നാലും ഞാൻ എന്റെ ലൈഫിൽ ഒരുപാട് ഇൻസിഡൻസ് ഈ റീസെന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചെറിയ കാര്യം എനിക്കറിയാം, നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും. പക്ഷെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും വേണ്ടടോ. നമ്മൾ മനസ്സിലാക്കുന്ന ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് ഒക്കെ മതിയെന്നേ. അതുപോലെ തന്നെ നമ്മുടെ ഗുഡ് ഫേസിൽ നമ്മുടെ സന്തോഷത്തിൽ മാത്രം കൂടെ നിൽക്കുന്നവരല്ല. അങ്ങനെയുള്ളവരൊന്നും ശരിക്കും പറഞ്ഞ ഫ്രണ്ട്സ് അല്ല. നമ്മുടെ ഏത് വൾണറബിലിറ്റീസിലും ഇത്ര വേസ്റ്റ് സിറ്റുവേഷനിലൊക്കെ നമ്മുടെ കൈ പിടിച്ച് കയറ്റാൻ ഒരാളുണ്ടെങ്കിൽ അവരാണ് ശരിക്കും നമ്മുടെ ഫ്രണ്ട്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടാം, അല്ലാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് പണ്ട് മുതലേ നമ്മൾ അറിഞ്ഞ് അങ്ങനെയുള്ളവരുണ്ട്. എങ്ങനെയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കാൻ പറ്റുക, സങ്കടം കേൾക്കുക, ഒരു സൊല്യൂഷൻ തന്നില്ലെങ്കിൽ പോലും ഒന്ന് കേട്ടാൽ ഓക്കെ ആവോടോ, നമ്മള് ഒന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കടം തീരും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ കൈവിടാതെ സൂക്ഷിക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.